ഇനി അടുത്തൊരു സെക്ഷനാണ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഒബ്സർവേഷൻ സ്റ്റഡീസിനെ പറ്റിയാണ് പഠിച്ചത്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സ്റ്റഡീസിനെ പറ്റിയാണ്. അടുത്ത നമ്മൾ പറയുന്നതാണ് അല്ല ഒബ്സർവേഷൻ സ്റ്റഡീനെ പറ്റിയാണ്. അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും നമ്മൾ പറഞ്ഞു. അതിൽ അനലിറ്റിക്കലിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? കേസ് കൺട്രോൾ സ്റ്റഡീസും കൊഹോർട്ട് സ്റ്റഡീസും. അതിൽ കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കേസസും വരുന്നുണ്ട്, കൺട്രോളും വരുന്നുണ്ട്. അതെന്താണ്? റിട്രോസ്പെക്റ്റീവ്, ബാക്ക്വേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. മറ്റേത് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് ആണ്, പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. രണ്ടും വരും. ഈ രണ്ടാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അടുത്തത് പറയുന്നതാണ് എക്സ്പീരിമെന്റൽ എപ്പിഡെമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്നതാണ് മെയിൻ ആയിട്ട് RCT, റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ്. എക്സ്പീരിമെന്റൽ എപ്പിഡെമോളജിയിൽ വരുന്നതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ്. അതുപോലെ തന്നെ ഫീൽഡ് ട്രയൽസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ട്രയൽസ്. അങ്ങനെ 3 തരമാണ് എക്സ്പീരിമെന്റ് എപ്പിഡെമോളജിയിൽ വരുന്നത്. RCT വരുന്നുണ്ട്, ഫീൽഡ് ട്രയൽസ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ട്രയൽസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ RCT ആണ് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഇൻ RCT എന്ന് പറയുന്നത് എപ്പോഴും ആരാണ്? പേഷ്യന്റിനെയാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCT ആണ് കേട്ടോ. റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ഡിസൈൻ. ഇതിൽ വരുന്ന ഈ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഇതിൽ വരുന്നതാണ് റാൻഡമൈസേഷൻ ആണ്. റാൻഡമൈസേഷൻ ഇൻ RCT എന്ന് പറയുന്നത് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ by which the participants are allocated into either of the two groups by experimental group and reference group. അതായത് നമ്മളുടെ ഈ സ്റ്റഡിയിൽ വരുന്ന ആൾക്കാർ സബ്ജക്ട്സ് ഉണ്ടല്ലോ, അവരെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് നമ്മൾ റാൻഡായിട്ട് അലോക്കേറ്റ് ചെയ്യാം. അങ്ങനെ പറയുന്നത് റാൻഡമൈസേഷൻ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബയസുകൾ ഭയങ്കരമായിട്ട് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് റാൻഡമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാൻഡമൈസേഷൻ ഈസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് എ ട്രയൽ. ഇതിന്റെ ഏറ്റവും ഹാർട്ട് ഓഫ് ട്രയൽ എന്ന് പറയുന്ന ഒരു RCTയുടെ ഇതെന്ന് പറയുന്നത് റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നമ്മളെപ്പോഴും ഒരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടാവും. ഒരു പ്രോട്ടോകോളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ 2 ഗ്രൂപ്പ് ഇത് സെലക്ട് ചെയ്യണം. റെഫറൻസ് ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇവരെ സബ്ജക്ട്സ് നമ്മൾ റാൻഡമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇന്റർവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത്. പിന്നീട് അതിന്റെ ഫോളോ അപ്പും ഔട്ട്കം ഒക്കെ നമ്മൾ നോക്കാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഒരു പ്രോട്ടോകോൾ എന്തായാലും ഇതിൽ നിർബന്ധമാണ് RCTയിൽ. ഓക്കെ, ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഈ പ്രോട്ടോകോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയസ് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഇതിൽ സ്റ്റഡി നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പ്രോട്ടോകോൾ കറക്റ്റാക്കി ചെയ്യുന്നതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ പൈലറ്റ് സ്റ്റഡി ആയിട്ട് പ്രിലിമിനറി ആയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഈ പ്രോട്ടോകോളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പൈലറ്റ് സ്റ്റഡി ഒക്കെ നടത്തും. അതിനുശേഷമാണ് നമ്മൾ ഈ പോപ്പുലേഷനൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീടാണ് റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞത് ഇത് നടത്തുന്നത്. എപ്പോഴും റാൻഡമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ഈ സ്റ്റഡിയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൺസെൻ്റ് ഒക്കെ വാങ്ങി വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഈ മാനിപ്പുലേഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് എന്താണ്, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു വാക്സിൻ, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണ സമയത്ത് അതൊക്കെ നമ്മളെപ്പോഴും RCT വഴി ഇതനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നിട്ടാണ് അപ്പോൾ അവരുടെ കൺസെന്റ് ഒക്കെ നമുക്ക് ഇത് സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കൺസെന്റ് ഒക്കെ നമ്മൾ വാങ്ങിയിരിക്കണം. ഓക്കെ, ഈ RCTയിൽ നമ്മൾ വരുന്ന ബയസ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ പറഞ്ഞ ബ്ലൈൻഡിങ് മെത്തേഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ബ്ലൈൻഡിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബയസുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സിംഗിൾ ബ്ലൈൻഡ്, ഡബിൾ ബ്ലൈൻഡ്, ട്രിപ്പിൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഇതുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ബ്ലൈൻഡ് മെത്തേഡാണെന്ന് പറഞ്ഞു. ഐഡിയൽ മെത്തേഡ് ട്രിപ്പിൾ ബ്ലൈൻഡ് ആണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബയസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ഈ RCTയിൽ എപ്പോഴും സബ്ജക്റ്റ് വൈസ്
വേരിയേഷൻസ് ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എറേഴ്സ് സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒബ്സർവർ ബയസ് ഉണ്ടാവാം, ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇവാലുവേഷനിൽ വരുന്ന ബയസുകൾ ഉണ്ടാവും, അത് എപ്പോഴും അനലൈസറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതുകൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൈൻഡിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഇതുകളാണ് നമ്മൾ എപ്പിഡമിയോളജിയിലെ ഇതിൽ വരുന്നത്. അടുത്ത നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസിലൊക്കെ വരുന്ന എപ്പിഡമിയോളജി സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് കിടക്കാണ് അടുത്തത്. പിന്നെ നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ വരുന്ന എപ്പിഡമിയോളജിയിലെ ഇതുകൾ നോക്കാം. എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ്. ഇതാണ് എപ്പിഡമിയോളജിക്കൽ ട്രയാഡ്. ഇതിൽ തുടക്കത്തിൽ നമുക്ക് കുറേ ഡെഫിനിഷൻസുകളാണ് നോക്കുന്നത്. എപ്പിഡമിക്, the unusual occurrence in a community or region of disease, specific health related behavior or specific health related events in excess of expected occurrence. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒക്കറൻസിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ വരാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന് എപ്പിഡമിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഒക്കറൻസ് ഉണ്ടാവുക ഒരു കമ്മ്യൂണിറ്റിയിൽ, എങ്കിലാണ് നമ്മൾ അതിന് എപ്പിഡമിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് കമ്മ്യൂണിറ്റി മെഡിസിനിൽ നമ്മൾ എപ്പിഡമിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഒക്കറൻസ്, ഒരു ഡിസീസിൻ്റെയോ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെയോ ഡിസീസിൻ്റെ എന്തെങ്കിലും നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒക്കറൻസ്, അതിൻ്റെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒക്കറൻസിനേക്കാളും കൂടുതലായിട്ട് അൺയൂഷ്വൽ ആയിട്ട് വരുന്ന ഒക്കറൻസ് ഉണ്ടാകിയാൽ മാത്രമാണ് നമ്മൾ അതിന് എപ്പിഡമിക് എന്ന് പറയുള്ളൂ. ഫസ്റ്റ് കേസ് ഓഫ് ആൻ എപ്പിഡമിക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രൈമറി കേസ്. ഇനി ഫസ്റ്റ് കേസ് ദാറ്റ് കം ഇൻ ടു ദ അറ്റൻഷൻ ഓർ നോട്ടീസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഇൻഡെക്സ് കേസ്. അപ്പൊ ഫസ്റ്റ് കേസ് ഓഫ് എപ്പിഡമിക് പ്രൈമറി കേസ്. ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ നോട്ടീസ് ചെയ്യണ ഫസ്റ്റ് കേസ് ഏതാണ്, അതാണ് ഇൻഡെക്സ് കേസ്. ഇനി എപ്പിഡമിക് കർവ് ഉണ്ട്, അത് ഗ്രാഫിക് പ്ലോട്ടിംഗ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കേസസ് ബൈ ടൈം ഓഫ് ഓൺസെറ്റ്. അപ്പോൾ ഓരോ കേസസ് നമ്മൾ ഇതിൻ്റെ ടൈം ഓഫ് ഓൺസെറ്റ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് എപ്പിഡമിക് കർവ്. അത് ബെൽ ഷേപ്ഡ് കർവ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് എപ്പിഡമിക് എന്തൊക്കെയാന്ന് നോക്കാം. സിംഗിൾ എക്സ്പോഷർ ഓർ പോയിന്റ് സോഴ്സ് എപ്പിഡമിക്, പിന്നെ അതുപോലെ കോമൺ സോഴ്സ്, കണ്ടിന്യൂസ് ഓർ റിപ്പീറ്റഡ് എക്സ്പോഷർ എപ്പിഡമിക്സ്, പ്രൊപ്പഗേറ്റഡ് എപ്പിഡമിക്സ്. അങ്ങനെ 3 തരമാണ് പറയുന്നത് ടൈപ്സ് ഓഫ് എപ്പിഡമിക് ആയിട്ട് പറയുന്നത്. പോയിന്റ് സോഴ്സ് എപ്പിഡമിക്, സിംഗിൾ എക്സ്പോഷർ പോയിന്റ് സോഴ്സ് എപ്പിഡമിക്സ്, കോമൺ സോഴ്സ് ഓർ കണ്ടിന്യൂസ് ഓർ റിപ്പീറ്റഡ് എക്സ്പോഷർ എപ്പിഡമിക്സ്, പ്രൊപ്പഗേറ്റഡ് എപ്പിഡമിക്സ്. അല്ലെങ്കിൽ സിംഗിൾ എക്സ്പോഷർ അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് എപ്പിഡമിക്സിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൽ ഷാർപ്പ് റൈസ് ആൻഡ് ഷാർപ്പ് ഫോൾ ഇൻ നമ്പർ ഓഫ് കേസസ്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു റൈസേ ഉണ്ടാവുള്ളൂ, അത് ഭയങ്കര ഷാർപ്പായിരിക്കും, ഷാർപ്പ് ഫോളും ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലസ്റ്ററിങ് ഓഫ് കേസസ് ഇൻ എ നാരോ ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു ചെറിയൊരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ തന്നെ ഒരുപാട് കേസസിൻ്റെ ക്ലസ്റ്ററിങ് ഉണ്ടാവും. ഓൾ കേസ് ഡെവലപ്പ് വിത്തിൻ 1 ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ദ ഡിസീസ്. ഈ ഡിസീസിൻ്റെ 1 ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ എല്ലാ കേസസിനും ഡെവലപ്പ് ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സിംഗിൾ എക്സ്പോഷർ അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. ഇനി കോമൺ സോഴ്സ് അല്ലെങ്കിൽ കോമൺ സോഴ്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് എക്സ്പോഷർ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിനോട് എക്സ്പോഷർ ഉണ്ടാവാം. അപ്പോൾ എൻവയോൺമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ടാവും, വാട്ടറോ സോയിലോ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടാമിനേഷൻ നടന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവാം.
കോമൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോസ്ഡ് ഉണ്ടാവും. അങ്ങനെ വരുന്നതാണ് കോമൺ സോഴ്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമുക്കത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഇത് മാത്രമായിട്ടല്ല, ഒരു കർവായിട്ടല്ല, പിന്നെയും കർവ്സുകൾ നമുക്ക് കിട്ടും റിപ്പീറ്റഡ് എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ. പ്രൊപ്പഗേറ്റഡ് എപ്പിഡമിക്സ്, ഗ്രാജുവൽ റൈസ് ആൻഡ് ഗ്രാജുവൽ ഫോൾ ഓവർ എ ലോങ് ടൈം. അപ്പൊ റിസൾട്ട്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആണ് അതിലുണ്ടാവുന്നത്. ഓക്കെ, gradual rise and a gradual fall over a long time, results from person to person transfer. അങ്ങനെ 3 തരം എപ്പിഡമിക്സുകളാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് എൻഡമിക്, കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഓർ ഇൻഫെക്ഷ്യസ് ഏജന്റ് ഇൻ എ ഡിഫൈൻഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. എപ്പോഴും ഒരു എൻഡമിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഇൻഫെക്ഷ്യസ് ഏജന്റ് എപ്പോഴും അതിന്റെ ഒരു പ്രസൻസ് എപ്പോഴും ആ ഏരിയയിൽ, ആ ജിയോഗ്രഫിക് ഏരിയയിൽ പ്രസന്റ് ആയിരിക്കും. അതാണ് എൻഡമിക് എന്ന് പറയുന്നത്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ an epidemic usually affecting a large proportion of a population occurring over a large geographical area such as a part of a nation, ഒരു കോണ്ടിനെന്റ്, വേൾഡ്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു ലാർജ് ഏരിയയിൽ വരുമ്പോഴാണ് അതിനെ പാൻഡമിക് എന്ന് പറയുന്നത്. ഇനി സ്പൊറാഡിക്, കേസസ് വിച്ച് ആർ സ്കാറ്റേർഡ് അബൌട്ട്, അങ്ങനെ വരുന്നതാണ് സ്പൊറാഡിക്. കേസസ് ആർ വൈഡ്ലി സെപ്പറേറ്റഡ് ഇൻ സ്പേസ് ആൻഡ് ടൈം, ഷോ ലിറ്റിൽ ഓർ നോ കണക്ഷൻ വിത്ത് ഈച്ച് അതർ, ദർ ഈസ് നോ റെക്കഗ്നൈസബിൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അതായത് കേസസ് ഒക്കെ എങ്ങനെയായിരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് തമ്മിൽ പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുന്നതാണ് സ്പൊറാഡിക് ആയിട്ട് വരുന്ന കേസസ്. ഇനി ഇൻഫെക്ടിവിറ്റിയും പാത്തോജനിറ്റിയും വിറുലൻസ്, ഇത് 3 എന്താന്ന് നോക്കാം. ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമ്പർ ഇൻഫെക്റ്റഡ് ഡിവൈഡഡ് ബൈ നമ്പർ എക്സ്പോസ്ഡ്. അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ നമ്പേഴ്സ്, അതിൽ എത്ര ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതും അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇൻഫെക്ടിവിറ്റി എന്ന് പറയുന്നത്. പാത്തോജനിസിറ്റി എന്താണ്, നമ്പർ ഓഫ് ഡിസീസ്ഡും നമ്പർ ഓഫ് ഇൻഫെക്റ്റഡും അത് തമ്മിലുള്ളതിനാണ് പെത്തോജെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രത്തോളം ആൾക്കാർക്ക് ഇൻഫെക്ട് വന്നാൽ അതിൽ എത്രത്തോളം പേർക്ക് ഡിസീസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. വിറുലൻസ്, നമ്പർ ഓഫ് സീരിയസ് കണ്ടീഷൻ മോർട്ടാലിറ്റി ബൈ നമ്പർ ഓഫ് ഡിസീസ്ഡ്, എത്ര പേര് ഇതിൽ സീരിയസ് ഇതിലായി മോർട്ടാലിറ്റി വന്നു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതാണ് ഇൻഫെക്റ്റീവ്, പെത്തോജെനിസിറ്റി, വിറുലൻസ്. ഇത് 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സൂണോസിസ്, an infection or infectious disease transmissible under natural conditions from vertebrate animals to man. Animals നിന്ന് മാനിലോട്ട് ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ളതിനാണ് സൂണോസിസ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൂണോസിസ് നോക്കാം. ആന്ത്രോപോസൂണോസിസ്, ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു മാൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റാബീസ്, പ്ലേഗ്, ആന്ത്രാക്സ്, ഹൈഡ്രായ്ഡ് ഡിസീസ്, ട്രിച്ചിനോസിസ് ഒക്കെ. Zooanthroponosis, infections transmitted from man to animal. An example, human TB in cattle. Amphicenosis, infections transmitted in either direction between animals and man. An example ആണ് Trypanosoma cruzi, Schistosoma japonica. Okay. Metazoonosis, transmitted biologically by invertebrate vectors. Example, plague, schistosomiasis, arboviral infections. ഇനി ഡിസീസ് ട്രാൻസ്മിഷൻ നമുക്ക് നോക്കാം. അതിൽ കുറച്ച് ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ്, എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? ഇൻക്യുബേഷൻ പീരീഡ് ഈസ് ദ ടൈം ഇന്റർവെൽ, ഒരു സെക്കൻഡ്, incubation period is the time interval between invasion by an infectious agent and appearance of the first sign or symptom of disease in question. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് അത് ഇൻവേഷൻ ഉണ്ടായിട്ട് അതിന്റെ ഫസ്റ്റ് അപ്പിയറൻസ്,
അതിന്റെ ഇൻവേഷൻ ഉണ്ടായിട്ട് ഫസ്റ്റ് സൈൻ അല്ലെങ്കിൽ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നത്, ആ പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, ആ ഇന്റർവെല്ലിനെ. ഓക്കെ. ഇനി മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ 50% ഓഫ് ദ കേസസ് ടു ഒക്കർ. അപ്പോൾ ഒരു ഇതില് 50% കേസസും ഉണ്ടാവാൻ വരുന്ന സമയം, അതിനാണ് നമ്മൾ മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ എ പേഴ്സൺ ഫ്രം receipt of infection to develop maximum infectivity. അതായത് അപ്പോൾ ഒരു പേഴ്സൺ ആ ഇൻഫെക്ഷൻ റിസീവ് ചെയ്തിട്ട് മാക്സിമം ഇൻഫെക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം, അതിനാണ് നമ്മൾ ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ദ ഡിസീസ്. ഈ പറയുന്ന ടൈം, ഈ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് റഫ്ലി ഇൻക്യുബേഷൻ പീരീഡിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണ്: ഇൻക്യുബേഷൻ പീരീഡ്, മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ്, ജനറേഷൻ ടൈം. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ഇൻഫെക്ഷസ് ഏജന്റിന്റെ ഇൻവേഷൻ, ഇൻഫെക്ഷസ് ഏജന്റ് ഇൻവേഡ് ചെയ്തിട്ട് അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് സൈൻ ഓർ സിംറ്റം, ആ പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്താ? 50% ഓഫ് ദ കേസസ് ഒക്കർ ചെയ്യാൻ വേണ്ട ടൈം, അതാണ് മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ്. ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ ഈ ഇൻഫെക്ഷൻ വന്നിട്ട് മാക്സിമം ഇൻഫെക്ടിവിറ്റി ഉണ്ടാവുന്ന വരേക്കുള്ള ടൈം, അതിനാണ് ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. Latent period, it is the period from disease initiation to the disease detection used in non-infectious disease as equivalent to ഇൻക്യുബേഷൻ പീരീഡ്. അത് ഇൻക്യുബേഷൻ പീരീഡ്, അത് നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസിലാണല്ലോ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞത്. നോൺ ഇൻഫെക്ഷസ് ഡിസീസിൽ ഈ ഇൻക്യുബേഷൻ പീരീഡിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ലേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഡിസീസ് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നത് വരെയുള്ള ടൈം, അതിനെയാണ് നമ്മൾ ലേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി സീരിയൽ ഇന്റർവെൽ, ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ഇൻ ഓൺസെറ്റ് ബിറ്റ്വീൻ പ്രൈമറി കേസ്, ഫസ്റ്റ് കേസ്, ആൻഡ് സെക്കൻഡറി കേസ് ഡെവലപ്പിംഗ് ത്രൂ ഇൻഫെക്ഷൻ ഫ്രം ദ പ്രൈമറി കേസ്, അതിനാണ് സീരിയൽ ഇന്റർവെൽ. അതായത് ഫസ്റ്റ് കേസും സെക്കൻഡറി കേസും, ആ ആദ്യത്തെ കേസും അതിന്ന് ഉണ്ടാവുന്ന രണ്ടാമത്തെ കേസ് തമ്മിൽ ആ ഒരു ഗ്യാപ്പ്, ടൈം ഇന്റർവെലിനെ പറയുന്നതാണ് സീരിയൽ ഇന്റർവെൽ. ഓക്കെ. ഇനി ഇതിൽ വരുന്നതാണ് അറ്റാക്ക് റേറ്റ്. Attack rate relates to number of cases in a population at risk. It reflects the extent of epidemic. എപ്പിഡമിക്കിന്റെ എത്രത്തോളം ഇത് വരുന്നുണ്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണ് അറ്റാക്ക് റേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ പോപ്പുലേഷൻ എക്സ്പോസ്ഡ് ടു റിസ്ക് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം സച്ച് ആസ് എപ്പിഡമിക്. Attack rate is equal to the number of new cases of specified disease in a specified time interval divided by total population at risk during the same time interval into 100. Secondary attack rate എന്താണ്? It is the number of exposed person developing the disease within the range of incubation period following the exposure to the primary case. Primary കേസിൽ നിന്ന് എക്സ്പോസ്ഡ് ആയിട്ട്, പ്രൈമറി കേസിൽ നിന്ന് എക്സ്പോസർ നടന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കേസസ്, ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വരുന്നത്, അതാണ് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത കുറച്ച് ഇതുകളാണ് നമ്മൾ നോക്കുന്നത്. സോഴ്സ്, റിസർവോയർ, അങ്ങനെയുള്ള ഇതുകളാണ് നമ്മൾ നോക്കുന്നത്. Source is a person, animal, object or substance from which an infectious agent passes or is disseminated to the host. അപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ ആവാം, ആനിമൽ ആവാം, ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ്. അതിൽ നിന്നൊരു ഇൻഫെക്ഷ്യസ് ഏജന്റ് പാസ് ചെയ്തിട്ട് ഹോസ്റ്റിലോട്ട് പോകുന്നത്, അതിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞത്. Source refers to immediate source of infection and may or may not be the part of reservoir. Source എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷനെയാണ് നമ്മൾ സോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റിസർവോയറിന്റെ മേ ബി റിസർവോയർ ആവാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് റിസർവോയർ ഒക്കെ വരാം. ഓക്കെ. അപ്പൊ അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Reservoir is any person, animal or arthropod, plant, soil or substance, അല്ലെങ്കിൽ ഇതിന്റെ എന്തിനേയും കോമ്പിനേഷൻ, in which an infectious agent lives and multiplies, on which it primarily depends for survival, and where it reproduces itself in such a manner that it can transmit to the susceptible host. അപ്പൊ റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് വേണമെങ്കിലും ആവാം. ഒരു പേഴ്സൺ ആവാം, ആനിമൽ ആവാം, ആർത്രോപോഡ് ആവാം,
പ്ലാന്റ്, സോയിൽ ഓർ സബ്സ്റ്റൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതില് ഈ ഇൻഫെക്ഷസ് ഏജന്റ് അത് ജീവിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് സർവൈവ് ചെയ്ത് അവിടെ നിന്ന് അത് റിപ്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഹോസ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ് സോഴ്സ് എന്ന് പറയുന്നത്. റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇതിനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് റിസർവോയർ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാം നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും റിസർവോയറിനെയാണ്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹുക്ക് വേം ഇൻഫെക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ റിസർവോയർ എന്ന് പറയുന്നത് എപ്പോഴും മാൻ ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ വിത്ത് ഇൻഫെക്റ്റഡ് ലാർവ, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഹുക്ക് വേം ഇൻഫെക്ഷന്റെ കേസിലൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോയിൽ വിത്ത് ഇൻഫെക്റ്റഡ് ലാർവ. റിസർവോയർ എന്ന് പറയുന്നത് മാൻ. ഓക്കെ, ഇനിയിപ്പോ ടെറ്റനസിൽ എന്താണ്? ഇതിന്റെ രണ്ടും എന്താണ്? സോയിലാണ്. റിസർവോയറും സോഴ്സും രണ്ടും സെയിം ആണ്, സോയിലായിരിക്കും. ഇപ്പൊ ടൈഫോയിഡിലാണെന്നുണ്ടെങ്കിലും റിസർവോയർ എന്ന് പറയുന്നത് എന്താണ്? കേസ് അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിരിക്കും റിസർവോയർ. സോഴ്സ് എന്ന് പറയുന്നത് ആ കണ്ടാമിനേറ്റഡ് പീസസ് അല്ലെങ്കിൽ യൂറിൻ, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വെച്ച് ഈ ടൈഫോയിഡിന്റെ ഒക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി എപ്പോഴും മനസ്സിലാവും എന്താണ് സോഴ്സ്, എന്താണ് റിസർവോയർ എന്നുള്ളത്. ഓക്കെ, ഇനി കേസ് നമ്മൾ പറഞ്ഞു കേസസ് ഇൻ എപ്പിഡമിയോളജി. പ്രൈമറി കേസ്, ഫസ്റ്റ് കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പോപ്പുലേഷൻ യൂണിറ്റ് ബീങ് സ്റ്റഡി. അപ്പൊ ആദ്യത്തെ കേസാണ് തരം പ്രൈമറി കേസ്. നമ്മുടെ പഠിക്കുന്ന പോപ്പുലേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ഫസ്റ്റ് കേസാണ് പ്രൈമറി കേസ്. സെക്കൻഡറി കേസ് എന്ന് പറയുന്നത് ഈ പ്രൈമറി കേസിന് കോണ്ടാക്ട് വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കേസാണ് സെക്കൻഡറി കേസ്. ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് ദാറ്റ് കംസ് ടു ദ നോട്ടീസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർ നോട്ടീസ് ചെയ്യുന്ന ഫസ്റ്റ് കേസ്, അതാണ് ഇൻഡെക്സ് കേസ്. ഇപ്പോഴും നോട്ടീസ് ചെയ്യുന്ന കേസ് ചിലപ്പോൾ വേറെ ആയിരിക്കാം, അങ്ങനെയും വേണമെങ്കിൽ സംഭവിക്കാം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് കാരിയേഴ്സ്. Carriers എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ആനിമൽ ദാറ്റ് ഹാർബേഴ്സ് എ സ്പെസിഫിക് ഏജന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഡിസൈനബിൾ ക്ലിനിക്കൽ ഡിസീസ് ആൻഡ് സെർവ്സ് ആസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഫോർ അതേഴ്സ്. അതാണ് കാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അനിമൽ അവരില് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, കാണിക്കില്ല, പക്ഷെ ആ സ്പെസിഫിക് ഡിസീസ് ഏജന്റ് അവരിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് മറ്റുള്ളവർക്ക് ഈ ഡിസീസ് വരാനുള്ള ഒരു റിസ്ക്കും നമുക്ക് ഇവരുടെ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും ചെയ്യും. അങ്ങനെയുള്ളവരാണ് കാരിയർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവില്ല, കാരണം അവർക്ക് സിംറ്റംസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കാരിയർ എന്ന് പറയാം. കൂടുതലായിട്ട് ഒരു ഇന്നഡിക്കേറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴാണ് കാരിയേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാരിയേഴ്സിൽ പറയുന്നത് നമുക്കറിയാം, ടൈഫോയിഡ് മേരി എന്ന് പറയുന്നതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാരിയേഴ്സിൽ പറയുന്നത്. അപ്പൊ ഈ കാരിയേഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവരിൽ എപ്പോഴും ഇൻഫെക്ഷസ് ഏജന്റ് അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. റെക്കഗ്നൈസ് ചെയ്യണ സിംറ്റംസ് ഒന്നും അവരിൽ കാണില്ല. പിന്നെ ഈ ഡിസീസ് ഏജന്റ് എപ്പോഴും ഡിസ്ചാർജിക്കോടെയും എക്സ്ക്രീഷനിസ്കോടെയും ഒക്കെ അവർ ഷെഡ് ചെയ്യുന്നുണ്ടാവും. ഈ 3 ഫീച്ചേഴ്സും ഉണ്ടായാലാണ് നമ്മൾ അവരെ കാരിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ കാരിയേഴ്സിൽ 3-4 ടൈപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് പറയുന്നതാണ് ഇൻക്യുബേറ്ററി പറയുന്നത്. ഇൻക്യുബേറ്ററി ഉണ്ട്, കൺവാലസ് ഉണ്ട്, ഹെൽത്തി ടൈപ്പ്, ഹെൽത്തി കാരിയേഴ്സ് ഉണ്ട്. പിന്നെ ഡ്യൂറേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ടെമ്പററി കാരിയേഴ്സ് ഉണ്ട്, ക്രോണിക് കാരിയേഴ്സ് ഉണ്ട്. പോർട്ടൽ ഓഫ് എക്സിറ്റ് ഒക്കെ വെച്ചിട്ട് യൂറിനറിയും ഇൻഡസ്ട്രീനലും റെസ്പിറേറ്ററി ആയിട്ടുള്ള ഇതുകളൊക്കെ വരുന്നുണ്ട് പോർട്ടൽ ഓഫ് എക്സിറ്റ് വെച്ചിട്ട്. അപ്പൊ നമുക്ക് അതിൽ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഷെഡ് ദ ഇൻഫെക്ഷസ് ഏജന്റ് ഡ്യൂറിങ് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിസീസ്. ഇൻക്യുബേഷൻ പീരീഡില് ഇൻഫെക്റ്റീവ് ഏജന്റിനെ ഷെഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മീസൽസ്, മംസ്, പോളിയോ, പെർട്ടൂസിസ് അങ്ങനെയുള്ളതിലൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്, ഇൻക്യുബേറ്ററി കാരിയേഴ്സ്. ഇനി കൺവാലസെന്റ് കാരിയേഴ്സ് എന്നാണെങ്കിൽ ദേ ഷെഡ് ഡ്യൂറിങ് കൺവാലസൻസ്. കൺവാലസെന്റ് പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിലാണ് ഈ ഇൻഫെക്റ്റീവ് ഏജന്റിനെ അവര്
ഷെഡ് ചെയ്യുന്നത്, കൺവാലസന്റ് കാരിയേഴ്സ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ റിക്കവറി നടക്കുന്നുണ്ട്, പക്ഷെ അത് ബാക്ടീരിയോളജിക്കൽ റിക്കവറി ആയിട്ട് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അവരുടെ ക്ലിനിക്കൽ സിംറ്റംസ് ഒന്നും ഒക്കെ കാണുന്നില്ല, അതൊക്കെ റിക്കവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇത് ബ്ലഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിലോ അതിലൊക്കെ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും, ഈ ഇൻഫെക്ഷൻസ് ഏജന്റ് കാണാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രസൻസ് അറിയാൻ പറ്റും. ഈ ഹെൽത്തി കാരിയേഴ്സ്, ഈ ഹെൽത്തി കാരിയേഴ്സ് എപ്പോഴും എന്താണ് സബ് ക്ലിനിക്കൽ കേസിൽ നിന്നാണ് എമർജ് ചെയ്യുക, സബ് ക്ലിനിക്കൽ ആയിട്ട് വരുന്ന കേസ്. ഈ കോളറ, പോളിയോ, മെനിഞ്ചൈറ്റിസ്, അതിലൊക്കെ സബ് ക്ലിനിക്കൽ കേസസുകൾ വരാം. അപ്പൊ അവരിൽ നിന്നാണ് ഹെൽത്തി കാരിയർ, അതാണ് ഹെൽത്തി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോണിക് കാരിയേഴ്സ് എന്ന് പറഞ്ഞില്ല, അത് ഒരുപാട് കാലത്തേക്ക്, അതായത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലോട്ടാണ് അത് അവരത് ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കാരിയേഴ്സിന്റെ ടൈപ്പുകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻക്യുബേറ്ററി കാരിയേഴ്സ്, കൺവാലസന്റ് കാരിയേഴ്സ്, ഹെൽത്തി കാരിയേഴ്സ്. ഇൻക്യുബേറ്ററി കാരിയേഴ്സ് ഇൻക്യുബേഷൻ പീരീഡിലാണ് ഇൻഫെക്ഷൻ ഏജന്റ് ഷെഡ് ചെയ്യുന്നത്. കൺവാലസന്റ് പറഞ്ഞാൽ കൺവാലസ് പീരീഡില്. ഹെൽത്തി കാരിയേഴ്സ് എന്ന് പറയുന്നത് സബ് ക്ലിനിക്കൽ കേസസിന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി വെരിഫിക്കേഷൻ ഓഫ് ഡയഗ്നോസിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ എപ്പിഡമിക്. ഓക്കെ, ഇനി അടുത്ത ഇത് പറയുന്നത് ഓരോ ഡിസീസ്, ഇതിൽ വരുന്ന ഡിസീസുകളുടെ നമ്മള് ഇൻഫെക്ഷസ് ഡിസീസിൽ വരുന്നില്ല, അതിലൊക്കെ ഈ കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഇതായിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് മാത്രമാണ് ഇനിയുള്ള സ്ലൈഡുകളിൽ പറയുന്നത്, കമ്മ്യൂണിക്കബിളിന്റെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ. അപ്പൊ അത് കുറച്ച് അധികം ഉണ്ട്, അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്ര വരെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറെ ബ്ലൈൻഡിങ് മെത്തേഡ് ഒന്ന് പറയാവോ? എനിക്ക് കേൾക്കാൻ പറ്റില്ല. ബ്ലൈൻഡിങ് മെത്തേഡാ? ഓക്കെ ഓക്കെ, ഞാൻ സ്ലൈഡ് എടുക്കട്ടെ. ഇപ്പൊ ബ്ലൈൻഡിങ് മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, ബയസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലൈൻഡിങ് മെത്തേഡ്. അപ്പൊ അതില് 3 മെത്തേഡുകളാണ് പറയുന്നത്, സിംഗിൾ ബ്ലൈൻഡ് മെത്തേഡ്, ഡബിൾ ബ്ലൈൻഡ്, ട്രിപ്പിൾ ബ്ലൈൻഡ്. ഓക്കെ, അപ്പൊ അതിൽ സിംഗിൾ ബ്ലൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് മാത്രമേ ഈ നമ്മൾ ഈ നടത്തുന്ന ഇതിനെ പറ്റി അറിയാണ്ടിരിക്കുന്നുള്ളൂ, ഒരു കൂട്ടർ മാത്രമേ നമ്മൾ അതിനെ പറ്റി അറിയാണ്ടിരിക്കുന്നുള്ളൂ. ഡബിൾ ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിലോ ആ പാർട്ടിസിപ്പൻസും അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഇവർ രണ്ടുപേരും ഇതിനെപ്പറ്റി അൺഅവെയർ ആയിരിക്കും. ട്രിപ്പിൾ ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ 3 കൂട്ടരും, അത് സബ്ജക്ട്സും ഇൻവെസ്റ്റിഗേറ്ററും അനലൈസ് ചെയ്യുന്നവർ, ഇവര് 3 പേരും അൺഅവെയർ ആയിരിക്കും. മനസ്സിലായോ? ഹലോ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡോക്ടറെ. മോസ്റ്റ് വൈഡ്ലി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴും ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ആണ്. എന്നാൽ ഏറ്റവും ഐഡിയൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബ്ലൈൻഡ് ആണ്. മനസ്സിലായോ? ഐഡിയൽ മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ബ്ലൈൻഡും, മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഡബിൾ ബ്ലൈൻഡും ആണ് പറയുന്നത്.